വേദിയിലെ ആദരണീയരായ ഗുരുവര്യന്മാർക്ക് വന്ദനം. സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഈ സമയത്ത് ഈ ചടങ്ങിൽ ഒട്ടും സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷം ഏതാനും മിനിറ്റ് കൊണ്ട് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ സന്തോഷം ഈ പുസ്തകത്തിൻ്റെ ഈ പ്രകാശനം കൊണ്ടോട്ടിയിൽ വെച്ചു എന്ന സന്തോഷമാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇങ്ങനൊരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടേണ്ട ഈ മലയാളക്കരയിലെ ഏറ്റവും ആദ്യത്തെ ഭൂമി കൊണ്ടോട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെറുതെ പറഞ്ഞതല്ല. 18 നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ഇവിടെ വന്ന ഷേഖ് മുഹമ്മദ് ഷാ തങ്ങൾ മനുഷ്യനൊന്നാണ്, ദൈവം ഒന്നാണ് എന്ന് ലോകത്ത് പഠിപ്പിച്ച, ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെയൊക്കെ മുത്തശ്ശിമാരെ പഠിപ്പിച്ച, അവരുടെ ചുണ്ടിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു വലിയ ഗുരുവിൻ്റെ നാടാണ്. ഇവിടെ മനുഷ്യരൊന്നായിരുന്നു, വേദങ്ങളൊന്നായിരുന്നു. സംഗീതം എന്ന പ്രാപഞ്ചിക ഭാഷ കൊണ്ട് ഒരു ജനതയെ, ഒരു നാടിനെ ഒന്നിപ്പിച്ച ഒരു മഹാഗുരുവാണ്. ആ പരമ്പരയിൽ ഒടുവിലത്തെ ആൾ എൻ്റെ മുമ്പിലുണ്ട് എന്നതൊരു വലിയ സന്തോഷം കൂടിയാണ്. കുഞ്ഞുമോൻ തങ്ങൾ ആ പരമ്പരയിലെ അവസാനത്തെ മീൻസ് അതിൻ്റെ ഒടുവിലത്തെ ഇളമുറക്കാരനായ തങ്ങളുപ്പാപ്പയാണ്. അതുകൊണ്ട് ഒരു കാര്യം അത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്ലാം എന്നാൽ സമാധാനമാണ് എന്ന് ഒടുവിൽ സംസാരിച്ച ഷാഫി വരെ, ആദ്യം സംസാരിച്ച സന്യാസിമാർ തൊട്ടൊക്കെ വിസ്തരിച്ച് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഏത് കോസിന് വേണ്ടിയായാലും ഒരാളുടെ ലക്ഷ്യം നല്ലതോ ചീത്തയോ ആകട്ടെ, അസമാധാനം ഉണ്ടാക്കുന്നുണ്ടോ അവനെ ഒരു നാടിൻ്റെ ശത്രുവായി കാണുക എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ ആളാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങൾ. 2 പേർ കൊണ്ടോട്ടിയെ ആക്രമിച്ചു. ഞങ്ങളൊക്കെ കേട്ടു വളർന്നൊരു ചരിത്രം അതാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഒരു ഊർജ്ജം അതാണ്. 2 പേർ 2 കാലങ്ങളിൽ കൊണ്ടോട്ടിയെ ആക്രമിച്ചു. ഒന്ന് പാറ നമ്പി എന്ന ബ്രിട്ടീഷ് അനുകൂലിയായ പ്രമാണിയാണ് മുഹമ്മദ് ഷാ തങ്ങളുടെ കാലത്ത്. അത് കഴിഞ്ഞ് പിന്നീട് 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ കൊണ്ടോട്ടിയെ ആക്രമിച്ചു. അത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ആദ്യത്തെ ആൾ ബ്രിട്ടീഷ് അനുകൂലിയാണ്, രണ്ടാമത്തെ ആൾ ബ്രിട്ടീഷ് വിരോധിയാണ്. കൊണ്ടോട്ടി തങ്ങന്മാർ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ലക്ഷ്യം എന്താകട്ടെ, നാട്ടിൽ കലാപം ഉണ്ടാക്കരുത്. അതുകൊണ്ട് സമാധാനക്കേട് ആരുണ്ടാക്കിയാലും ഞങ്ങൾ നേരിടും എന്ന് വിശ്വസിക്കുകയും ആബാലവൃദ്ധ മനുഷ്യന്മാർ, നാനാജാതിക്കാരായ മനുഷ്യന്മാർ തങ്ങളിപ്പാപ്പയുടെ വലിയ മാളിയേക്കൽ മുറ്റത്ത് വന്ന് രക്ഷിക്കണേ എന്ന് ആർത്തു വിളിച്ചപ്പോൾ തങ്ങളിപ്പാപ്പ ചെയ്തത്, ഞാൻ ബയ്യത്ത് ചെയ്തിരിക്കുന്നു, എന്നോട് ബയ്യത്ത് ചെയ്ത സകല മനുഷ്യർക്കും ഞാനൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അവരെ രക്ഷിച്ചു കൊള്ളാം, അവരുടെ ജീവനും മാനവും രക്ഷിച്ചു കൊള്ളാം. അതുകൊണ്ട് ഇവിടെ അസമാധാനം ഉണ്ടാക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഒരേ തോക്ക് കൊണ്ട് പാറനമ്പിയെയും വാരിയംകുന്നനെയും വെടിവെച്ചോടിച്ച ഒരു മണ്ണ് മലയാളക്കരയിലുണ്ടെങ്കിൽ അത് കൊണ്ടോട്ടിയാണ്. ഒരേ തോക്ക് കൊണ്ട്. 2 പേരുടെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ തർക്കങ്ങൾ ഉണ്ടാവും. ഞാൻ ആ തർക്കത്തിൽ മോശമല്ലാതെ ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ ലക്ഷ്യം എന്താകട്ടെ, സമാധാനമായിരിക്കണം വഴി എന്ന് പ്രഖ്യാപിച്ച ഒരു നാടാണ്. അതുകൊണ്ട് ഞാൻ മുഹമ്മദ് ഷാ തങ്ങളെ ഓർമ്മിക്കുന്നു. 2, ഇത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ നാടാണ്. മുസ്തഫ മൗലവി ആവർത്തിച്ച് പറയുന്നൊരു വാക്ക് ധർമ്മം എന്നാണ്. ഇസ്ലാമിൻ്റെ സകല ചരിത്രവും മലയാളത്തിൻ്റെ ഒരു പുതിയ കോണ്ടസ്റ്റിലേക്ക് മാറ്റി എഴുതുകയും 7-ാം നൂറ്റാണ്ടിലെ ബദർ യുദ്ധത്തെ മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ മുശ്രിക്കുകളും തമ്മിലുള്ള തർക്കമല്ലാതെ ധർമ്മവും അധർമ്മവും തമ്മിൽ എന്നും സാധ്യമായ ഒരു ധാർമ്മിക യുദ്ധമായി അതിനെ അവതരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് മോയിൻകുട്ടി വൈദ്യർ. മാത്രമല്ല, മലപ്പുറത്തെ പട കേരള ചരിത്രത്തിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ നടന്ന പടയാണ്. അത് മുസൽമാനും ഹിന്ദുവും തമ്മിൽ നടന്ന പടയല്ല. മലപ്പുറത്തെ പള്ളി രക്ഷിക്കാൻ പാറനമ്പിയുടെ ചുറ്റുപട്ടാളം പള്ളി തകർക്കാൻ വന്നപ്പോൾ, പള്ളിക്ക് തീക്കൊളുത്താൻ വന്നപ്പോൾ, ആ പള്ളി രക്ഷിക്കാൻ വേണ്ടി കാവൽ നിന്നും മരണമറിഞ്ഞ ആദ്യത്തെ രക്തസാക്ഷികൾ, ആദ്യത്തെ ശുഹദാക്കളിൽ 44 പേരിൽ ആദ്യത്തെ 4 പേർ ഹിന്ദുക്കളാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗുരു. ആ അർത്ഥത്തിൽ മോയിൻകുട്ടി വൈദ്യരെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഒരാളെ കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കാനുണ്ട്. പലപ്പോഴും പലരും വേണ്ട വിധം അറിയാത്ത ഒരാളാണ്. അത് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിലെ ആദ്യത്തെ പാട്ടാണ് അഹദത്തിലെ അലിഫ്. അഹദത്തിലെ അലിഫ് എന്ന ഒറ്റ പാട്ട്, ആദിയിലെ ഏകത്വം എന്നാണല്ലോ അതിൻ്റെ മലയാളം. നേരത്തെ സന്യാസിമാരൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അഹദത്തിലെ അലിഫ് എന്ന ഒറ്റപ്പാട്ട് 34 ദിവസം തുടർച്ചയായി നമ്മുടെ കൊടിമരത്തിങ്ങൽ കുബ്ബക്കൽ 34 ദിവസം ഒരു പാട്ടിൻ്റെ വ്യാഖ്യാനം നിർവഹിച്ച ഒരു വലിയ മൊല്ലാക്ക ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ നിരക്ഷരനായ ഒരു മനുഷ്യൻ ഒരൊറ്റ അഹദത്തിലെ അലിഫിനെ 34 ദിവസം വ്യാഖ്യാനിച്ച തയ്യിൽ അലവി മൊല്ലാക്ക എന്ന വലിയ മനുഷ്യൻ. ഞാൻ പറഞ്ഞ അങ്ങനെ കുറേ ആളുകളുടെ കഥ കേട്ടാണ് ഞങ്ങൾ വളർന്നത്. ആ വീര്യമാണ് ഞങ്ങൾ ഇന്നും കളയാതെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് കൊണ്ടോട്ടിയിലാണ് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ആദ്യത്തേത് വേണമായിരുന്നു, 4ാമത്തേതെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന സന്തോഷം ഞാൻ പങ്കിടുന്നു. CH മുസ്തഫ മൗലവിയെ ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നത്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഈ ഖുർആൻ അകമ്പൊരുൾ എന്ന പുസ്തകം സലാഹുദ്ദീൻ അയ്യൂബി എന്ന സുഹൃത്താണെന്ന് തോന്നുന്നു. സലാഹുദ്ദീൻ പോയോ? സലാഹുദ്ദീൻ അയ്യൂബിയാണ് എനിക്ക് എത്തിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ 2 വാക്ക്, ഒന്ന് പുറംചട്ടയിലും 2 അതിൻ്റെ ആമുഖത്തിലും, ആ 2 വാക്കിലാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഞങ്ങളെപ്പോലുള്ളവർക്കൊരു വലിയ സാന്ത്വനമാണ് CH മുസ്തഫ മൗലവി.
സാന്ത്വനം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന്മാരായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരു കാലമാണ്. ഞങ്ങളുടെ ഒരു ആശങ്ക കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഈ മാനവികതയുടെ ഒരു മഹാകാശത്തിലേക്ക് വളർത്തിയെടുക്കാൻ, ഉണർത്തിയെടുക്കാൻ എന്താണ് മാർഗം എന്ന ഒരു വല്ലാത്ത ആശങ്ക, ഒരു വല്ലാത്ത തേട്ടവുമാണ് ഞങ്ങളൊക്കെ ഇന്നും നയിക്കുന്ന അതാണ്. അതിനിടയിൽ വന്ന ഒരു മാതൃകയാണ് ഇസ്ലാം എന്തല്ല, ഇതാണ് ഇസ്ലാം എന്ന് പാതിരാ വരെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മതസംഘടനകളുടെ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി എന്തല്ല ഇസ്ലാം എന്ന് പഠിപ്പിക്കുകയും മാനവികത എന്ന വാക്ക്, ഞാൻ ആ ഖുർആൻ പുസ്തകത്തിൻ്റെ പുറത്ത് ആദ്യത്തെ ഒരു വാക്ക് അതാണ്. ഖുർആൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ്റെ മാനവികമായ വ്യാഖ്യാനം എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. മാനവികതയിലേക്ക് ഖുർആനെ പ്രക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനം വരികയാണ്, ഒരു വാക്ക്. രണ്ട്, ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ആ പുസ്തകത്തിൻ്റെ ആ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് മാനവികമായ വ്യാഖ്യാനം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതിനകത്ത് കൃത്യം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ തൃഷ്ണകളെ തൃപ്തിപ്പെടുത്താത്ത ഒരു വചനവും ദൈവവചനമല്ല. മനുഷ്യൻ്റെ തൃഷ്ണകളെ തൃപ്തിപ്പെടുത്താത്ത ഒരു ശക്തിയും ദൈവമല്ല. അതൊരു ചെറിയ വ്യാഖ്യാനമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഒരു വെടി മുഴങ്ങിയത് അന്നാണ്. മുസ്തഫ മൗലവിയെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ വലിയ മനുഷ്യന്മാരൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ വല്ലാതെ അടുക്കാൻ പോകാറില്ല. എന്നാലും അവരുടെ അക്ഷരങ്ങളെ വലിയ തോതിൽ ആദരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ഞങ്ങളൊക്കെ അന്നേ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, അകമ്പൊരുളാണ് ഇതിൻ്റെ പേര്. അകമ്പൊരുൾ എങ്ങനെ വേണമെങ്കിലും ആളുകൾക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണ്. അല്ലെങ്കിലും ഈ ദൈവവചനങ്ങൾ പരിഭാഷപ്പെടുത്താൻ പോകുന്നത് മഹാ അക്രമമാണെന്ന് നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ. അതിന് വ്യാഖ്യാനങ്ങളേ ഉള്ളൂ. പാവങ്ങളായ ഈ കീടങ്ങളായ മനുഷ്യന്മാർ അവർക്ക് മനസ്സിലാകുന്ന പരിമിതികളോടെയാണ് ദൈവത്തിൻ്റെ വചനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അതിൻ്റെ പരിമിതി എല്ലാവർക്കും വരും. അങ്ങനെ വരുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം, അകമ്പൊരുൾ എന്താണ്? എനിക്ക് എൻ്റെ അന്വേഷണങ്ങളിൽ, എൻ്റെ പഠനങ്ങളിൽ എന്നും തോന്നിയൊരു കാര്യം, അകമ്പൊരുൾ സത്തയാണ് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സത്യത്തിൽ അതല്ലേ, അതിനെ അങ്ങനെ വിളിച്ചാൽ പലപ്പോഴും ഭൂമിയിലെ എല്ലാ ആശയങ്ങളും പരാജയപ്പെടുന്നത് അതിൻ്റെ സത്തയെ അതിൻ്റെ തന്നെ സങ്കേതം കൊണ്ട് തകർക്കുമ്പോഴാണ്. നേർക്കുനേരെ ഒരു നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു രാഷ്ട്രീയ പ്രയോഗം നടത്തിയാൽ ജനാധിപത്യത്തെ ആരാണ് തകർക്കുന്നത്? ജനാധിപത്യത്തിൻ്റെ സത്തയെ അതിൻ്റെ സങ്കേതം കൊണ്ട് തകർത്തവരാണ്. സത്തയും സങ്കേതവും തമ്മിൽ എന്താ വ്യത്യാസം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനഹിതമാണ്. 100 പേരുള്ള ഒരു രാജ്യത്തെ 100 പേരുടെയും അഭിലാഷങ്ങളെ പൂവണിയുമ്പോഴാണ് ജനാധിപത്യം പൂവണിയുന്നത്. മറിച്ച് സങ്കേതം എന്ന് പറയുന്നത് ഭൂരിപക്ഷമാണ്. യൂസുഫ് അലി കേച്ചേരി പണ്ട് ജനാധിപത്യം എന്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 51 ആളുകൾ കൽപ്പിക്കുവാൻ താണു കുമ്പിടാൻ 49 ആളും. അതല്ല ജനാധിപത്യം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കിപ്പോൾ ഒരു ധാരണ അതാണ്. ഈ ഒരു 100 പേരുള്ള രാജ്യത്ത് ഈ ബാക്കി 6-7 പേർക്കായി വോട്ട് ഭിന്നിച്ചു പോകുമ്പോൾ 30-31 വോട്ട് കിട്ടുന്നവൻ ജയിക്കും. എന്നിട്ട് അവൻ്റെ വിചാരം അവൻ അനുകൂലമായി വോട്ട് ചെയ്ത 31 പേരാണ് രാജ്യത്തിൻ്റെ സകലമാന വിധിയും നിർണ്ണയിക്കേണ്ടതെന്നാണ്. അത് ജനാധിപത്യത്തിൻ്റെ സത്തയല്ല. ജനാധിപത്യത്തിൻ്റെ സത്ത സാങ്കേതികമായ ജനാധിപത്യ മാനദണ്ഡ പ്രകാരം 33 വോട്ട് കൊണ്ട് ജയിച്ച അധികാരത്തിലേറിയാലും 100 പേർക്കും വേണ്ടി ഭരിക്കുന്നവനാണ് ജനാധിപത്യവാദി. അത് തന്നെയാണ് ഈ ഇസ്ലാമിലും പലപ്പോഴും പറ്റുന്നത് എനിക്ക് തോന്നാറുണ്ട്. സങ്കേതം കൊണ്ട്, പ്രത്യേകിച്ച് ടെക്സ്റ്റ് കൊണ്ട് അതിൻ്റെ സ്പിരിറ്റിനെ തള്ളിക്കളയുക. ടെക്സ്റ്റ് കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അക്ഷരങ്ങൾ കൊണ്ട് അതിൻ്റെ മൂല്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യത്തെ തള്ളിക്കളയുക. അതാണ് എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം. ഇതെനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ തമ്മിൽ, ഇപ്പോൾ ജബ്ബാർ മാഷ്, ലിയാഖത്ത്, എനിക്ക് തോന്നുന്നു എന്താണ് മനുഷ്യനെ മാനവികതയിൽ എത്തിക്കാനുള്ള മാർഗം? അതിലെനിക്ക് ആദ്യത്തെ ഉത്തരം കിട്ടിയത് നിങ്ങൾക്കൊക്കെ പലർക്കും കിട്ടിയിരിക്കുക. ആ ഉത്തരം കിട്ടിയത് ഗുരുദേവനിൽ നിന്നാണ്. ഗുരുദേവൻ്റെ 2 ശിഷ്യന്മാരാണ് കുഞ്ഞിക്കണ്ണനും അയ്യപ്പനും. 2 പേരും 2 വാക്കിലാണ്, 2 ഭാഷയിലാണ് സംസാരിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ യെസ് സർ എന്ന് പറഞ്ഞ് കൈയടിച്ച ആളാണ് കുഞ്ഞിക്കണ്ണൻ. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വാഗ്ഭടാനന്ദൻ. അതേസമയത്ത് നോ എന്ന് പറഞ്ഞ് ആദ്യത്തെ പ്രതിഷേധം ഉയർത്തിയ ആളാണ് അയ്യപ്പൻ. പിൽക്കാലത്ത് സഹോദരൻ അയ്യപ്പൻ എന്ന് വിളിച്ചു പത്രം തുടങ്ങിയപ്പോൾ. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനാ. ഗുരുദേവനോട് ചോദിച്ചു, എന്താ? ഗുരുദേവൻ 2 പേർക്കും കൈയടിച്ചു ഗുരുദേവൻ. അപ്പോൾ ഗുരുദേവനോട് ചോദിച്ചു, ഇതെന്താ അത്, രണ്ടും കൂടി ഒരു ശരിയുണ്ടോ? ഗുരുദേവൻ പറഞ്ഞു, കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരിയാണ്, അയ്യപ്പൻ പറഞ്ഞത് ശരിയാണ്. അതെങ്ങനെയാണ് ഗുരു? ഇല്ല, രണ്ടും പരസ്പരം നിഷേധമല്ലേ. അപ്പോൾ ഗുരു പറഞ്ഞത്, 2 ആളുടെയും കർമ്മം നോക്കൂ, രണ്ടും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ്. കർമ്മമാണ് വിജ്ഞാനം, കർമ്മമാണ് ആശയം. കർമ്മമില്ലാത്ത ആശയത്തിന് നിലയുണ്ടാവില്ല. ആ ഒരു സൂചന എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഈ ഭൗതികവാദികളായ മാനവികവാദികളും അല്ലെങ്കിൽ
ഈ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരും തമ്മിൽ എത്തിച്ചേരാവുന്ന ഒരു മഹാകാശത്തിൻ്റെ സാധ്യത തുറന്നു കിട്ടിയത് അവിടെയാണ്. ഇത് ഇപ്പോഴും സാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ ഇവിടെ വന്ന് മുസ്തഫ മൗലവിയെ ഞങ്ങളൊക്കെ മുസ്തഫ മൗലവിയെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ അത്തരം അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഇതെനിക്ക് തോന്നുന്നു മാർസിയൻ മാനവികതയിലുണ്ട്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ മാർസിസത്തിന് പറ്റിയിരിക്കുന്ന പതനത്തിന് എന്ത് കാരണങ്ങൾ അന്വേഷിച്ചാലും ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. ഹ്യൂമാനിറ്റി എന്ന ആത്മാവ് എവിടെയാണോ കളഞ്ഞു കുളിച്ചത് അവിടെ മുതൽ പരാജയം ആരംഭിക്കുമെന്ന് മാർസിയൻ മാനവികതയ്ക്ക് വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഹ്യൂമാനിറ്റി പോകുമ്പോഴാണ് ഇതൊക്കെ തകരുന്നത്. മാർസിയൻ മാനവികതയിൽ അത് പറയുന്നുണ്ട്. ദൈവത്തിനല്ലല്ലോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഞാൻ വിശദീകരിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ 1-ാമത്തെ അധ്യായം തൊഴിലാളിയും ബൂർഷ്വാസിയും എന്നാണ്. നിഷ്കളങ്കനായ തൊഴിലാളിയുടെ മനസ്സിലെ സാന്ത്വനമായി തീരുന്ന ദൈവസങ്കല്പത്തിന് മാർക്സ് എതിരല്ല. പക്ഷെ ആർക്കാണ് എതിര്? ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കുന്ന ബൂർഷ്വാസിക്കാണ്. അങ്ങനെയാണ്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആശയത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി തീരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ ആശയം തന്നെ അന്യം നിന്ന് പോകും. അതുകൊണ്ട് ഇന്നിപ്പോൾ ഭൂമിയിൽ അത് മതങ്ങൾക്ക് പറ്റുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പറ്റുന്നുണ്ട്. ഒരാശയം ഒരു ചട്ടക്കൂട ഒരു സ്ഥാപനത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 2 ഭീകരന്മാരായ ചെകുത്താന്മാർ കയറിക്കൂടും. ഒന്ന് അധികാരമാണ്, മറ്റൊന്ന് ആസ്തിയാണ്. ഇത് രണ്ടും കയറിക്കൂടിയാൽ മതങ്ങളില്ലാതാവും. തീർച്ചയായിട്ടും മതങ്ങൾ നശിച്ചു പോകും. തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്കും പറ്റുന്ന ഇതേ പതനമാണ്. ഈ പതനത്തിൻ്റെ സമയത്താണ് നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളില്ലാതെ. അതുകൊണ്ട് ഇന്നിപ്പോൾ ലോകത്ത് മതങ്ങളെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ പേരുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇന്ന് ഭൂമിയിൽ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ കലാപങ്ങൾ, ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ മുഴുവനും എന്തിനാണെന്നറിയോ? പടച്ചവനെ രക്ഷിക്കാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലഷ്കറെ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഈ കീടങ്ങളായ മനുഷ്യന്മാർ, ദുർബലരായ മനുഷ്യന്മാർ സർവശക്തനായ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ മുഴുവൻ പട്ടാളം ഉണ്ടാക്കുക. ആലോചിച്ച് നോക്കൂ. 10-15 നൂറ്റാണ്ട് മുമ്പ് ഈ ഭൂമിയിൽ ആവുന്നത്ര വിപ്ലവം വിതച്ചിട്ട് മരിച്ചുപോയ ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ പ്രവാചകനെ 15 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് രക്ഷിക്കാൻ പട്ടാളം ഉണ്ടാക്കുക. ജയ്ഷെ മുഹമ്മദ് നാത്ത് അവൻ്റെ പേര്. അങ്ങനെയാണ്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. സിപാഹെ മസീഹ്, എല്ലാ മതക്കാരും ഉണ്ട്. ഞാൻ പറഞ്ഞ പല മതങ്ങളിലും അറിയപ്പെടുന്നവരുണ്ട്. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നവരുണ്ട്, എന്ത് പേരിലുള്ളതുണ്ട്. ഇപ്പം സിപാഹെ മസീഹ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ വലിയ തലവേദന ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ പേരാണ്. യേശുദേവൻ്റെ പട്ടാളം. എന്നാലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പ്രവാചകന്മാർക്കും ദൈവങ്ങൾക്കും പട്ടാളം ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട് പാവങ്ങളായ മനുഷ്യൻ, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ, അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. ഇതാണ് പ്രശ്നം. അയൽപക്കത്തെ ഈ അനുകമ്പാ ദശകമാണ് ഇന്നിവിടെ പാടിക്കൊണ്ട് നമ്മുടെ പരിപാടി ആരംഭിച്ചത്. ഈ ഒരു ഓർമ്മയാണ്. ദൈവത്തെ ഇപ്പോൾ വേണ്ടത് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ നിന്ന് ദൈവത്തെ രക്ഷിക്കാനുള്ള വലിയ മുന്നേറ്റമാണ് നടത്തേണ്ടത്. ആ ദൈവത്തെ രക്ഷിച്ചെടുത്താൽ അത് പാവങ്ങളുടെ ദൈവമായിരിക്കും, മനുഷ്യൻ്റെ ദൈവമായിരിക്കും. എല്ലാ മനുഷ്യരും തമ്മിൽ ഭിന്നിപ്പില്ലാത്ത മനുഷ്യനൊന്ന്. അത് നമ്മുടെ ഭാഷാപിതാവിൻ്റെ സന്ദേശം ആഴത്തിൽ ഞാൻ പല കാര്യങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് എഴുത്തച്ഛനെ തിരിച്ചും മറിച്ചും വായിച്ചു നോക്കുമ്പോൾ എഴുത്തച്ഛൻ 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മനുഷ്യൻ ഒന്നാണ്, 2 ദൈവം ഒന്നാണ്, 3 മനുഷ്യനും ദൈവവും ഒന്നാണ്. ഇതുകൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. ഈ ത്രികോണത്തിൽ തീരുന്നതാണ്. എനിക്ക് തോന്നുന്നു CH മുസ്തഫ മൗലവിയുടെ വ്യാഖ്യാനം ഞാനത് പലപ്പോഴായിട്ട് പല ആവശ്യങ്ങൾക്ക് എടുത്തു വെച്ച് റെഫർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഈ ത്രികോണത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക്, മഹാസൗന്ദര്യത്തിലേക്ക് ഭൂമിയിലെ മനുഷ്യന്മാരെ എത്തിക്കാൻ പറ്റുമോ എന്ന അന്വേഷണത്തിലാണ്. അദ്ദേഹം വെറുതെ ഇരിക്കുന്നുമില്ല. അദ്ദേഹം വ്യാഖ്യാനം എഴുതി മഹാപണ്ഡിതനായിട്ടിരിക്കുകയല്ല. അദ്ദേഹം ഭൂമിയിൽ ഇറങ്ങുന്നു, മനുഷ്യർക്കിടയിൽ ഇറങ്ങുന്നു, മനുഷ്യൻ്റെ വേദന അറിയുന്നു. വേദന അറിയുന്നവനാണ് യഥാർത്ഥ ആത്മീയ പ്രവർത്തകൻ, യഥാർത്ഥ സന്യാസി, അവധൂതൻ എന്നൊക്കെ വിളിക്കേണ്ടത് അങ്ങനെ ഒരു കൂട്ടരെയാണ്. മനുഷ്യൻ്റെ വേദന അറിയുന്നവൻ. ഞാൻ ഈ മലയാളം പഠിപ്പിച്ച കാലത്ത് ഇന്ത്യയിലെ ഹിന്ദു ദൈവങ്ങൾക്കൊക്കെ വാഹനങ്ങളുണ്ട്. പക്ഷെ അവർ ചെയ്തൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വേണമെങ്കിൽ പുതിയ BMW ഒക്കെ എന്നോ ഡിസൈൻ ചെയ്തൂടെ ദൈവങ്ങൾക്ക്. പക്ഷെ ദൈവങ്ങളൊക്കെ തീരുമാനിച്ചത് ഈ ഭൂമിയിലെ കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത പാവം ഏതെങ്കിലും ഒരു കൊച്ചു ജീവിയെ ദൈവമാക്കി മാറ്റി. ഏതെങ്കിലും ജീവിയാണല്ലോ, അത് എടുത്തു നോക്കും. ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. ഭൂമിയിലെ ജീവജാലങ്ങളാണ് എൻ്റെ വാഹനമെന്ന് തീരുമാനിച്ചു. ഞാനിതൊക്കെ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ ദൈവങ്ങളുടെയും വാഹനങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുട്ടികളോട് ചോദിക്കും. ഞാൻ പിരിയുന്നത് വരെ ചോദിച്ചിട്ടുണ്ട് എല്ലാ കൊല്ലം. എന്താ വെച്ചാൽ, മക്കളെ നിങ്ങൾക്ക് ഈ വിജ്ഞാനത്തിൻ്റെ ദേവി ആരാന്നറിയോ? സരസ്വതിയാണ്. സരസ്വതിയുടെ വാഹനം ഏതാണെന്നറിയോ? അപ്പോൾ അച്ഛനോടും മുത്തച്ഛനോടൊക്കെ ചോദിച്ചിട്ട് വരാം, നാളെ പറയാം സാറേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഇന്നും മറന്നു പോകുന്നൊരു ഉത്തരവുണ്ട്. സരസ്വതി ദേവിയുടെ വാഹനം, വിജ്ഞാനത്തിൻ്റെ, കലയുടെ, സംഗീതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഒക്കെ ദേവതയായ സരസ്വതി ദേവിയുടെ വാഹനം പഴുതാരയാണ്. നമ്മൾ ഓർക്കാറില്ല, പഴുതാരയാണ്.
എന്നുവെച്ചാൽ വയറുകൊണ്ട് ഭൂമിയിൽ ഇഴഞ്ഞു നടന്നിട്ട് ഈ ഭൂമിയുടെ സകല സ്പന്ദനങ്ങളും നെഞ്ചിലും വയറിലും ഏറ്റുവാങ്ങുന്ന വിജ്ഞാനമുണ്ടല്ലോ. ഭൂമിയിൽ നിന്നാണ് സംസ്കാരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സംസ്കാരത്തിൻ്റെ ദേവതയുടെ വാഹനം പഴുതാരയായി തീരുന്നത്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇഴഞ്ഞു നടക്കുന്നൊരു പഴുതാരയായി അതിൻ്റെ സാങ്കേതികമായ പേരുകളൊക്കെ മാറ്റി നിർത്തിയാൽ ഞാൻ മുസ്തഫ മൗലവിയെ കാണാറുണ്ട്. അദ്ദേഹം ഭൂമിയിൽ ഇറങ്ങി നടക്കുമ്പോൾ കാണുന്ന ഒരു സങ്കടം എന്താ പറയുക, എൻ്റെ മോൾ എന്നോട് പറഞ്ഞ സങ്കടമാണ്, ഉപ്പച്ചേ എൻ്റെ നിക്കാഹിന് എനിക്ക് കയറി വന്നിരിക്കാൻ പാടുണ്ടോ. CH മുസ്തഫ മൗലവി മലയാളത്തിലുണ്ടാക്കിയ ഏറ്റവും വലിയ കലാപം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന വിവാഹവേളയിൽ അവൾക്ക് സന്നിഹിതയാവാൻ പറ്റുമോ ഇല്ലയോ, പറ്റുമെന്ന് തെളിയിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ വേണ്ടാത്തൊരു സാധനമുണ്ട്. വിളിക്കാതെ വരുന്ന സദ്യക്ക് വരുന്ന ഒരു വിരുന്നുകാരനുണ്ടല്ലോ കല്യാണത്തിന്, അത് ഈ പുരോഹിതനാ. പോവാൻ പറഞ്ഞു. അവൻ എന്താ അവിടെ പണി? ഒരു രക്ഷിതാവ് സ്വന്തം മകളെ അവളുടെ സന്തോഷം എന്താണോ അതിനൊരു സമ്മാനം സ്വീകരിച്ചിട്ട് ഇതാ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് എൻ്റെ മോളെ ഞാൻ ഇന്നയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് അച്ഛൻ മാത്രമല്ല അച്ഛനും അമ്മയും ചേർന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചടങ്ങിനാണ് നിക്കാഹ് എന്ന് ആദ്യമായി മലയാളി അറിഞ്ഞത് ഈ CH മുസ്തഫ മൗലവി ഉള്ളപ്പോഴാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് കല്യാണങ്ങൾ കഴിഞ്ഞ അല്ലേ 3 കൊല്ലം 2021 കല്യാണം നടന്നപ്പോൾ വലിയ കലാപം. അത് എവിടെ നോക്കണം, ചേന്നമംഗലൂര്. ഈ മദീനയിലേക്ക് കാരക്കൊടുത്തയക്കുക എന്നറിയില്ല, ചെറിയ ഏർപ്പാടല്ല. അവിടെ കരീം ഡോക്ടറുടെ മോളെ കല്യാണം. ഇപ്പോൾ ഒടുവിൽ അലി മണിഖാൻ സാറുണ്ട് ഇവിടെ, നമ്മുടെ പത്മശ്രീ അലി മണിഖാൻ സാറിൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ എറണാകുളത്ത്. ഇതൊരു ചെറിയ കലാപമാണ്. ആ കലാപം വേറൊന്നുമല്ല, നമ്മുടെ പെൺകുട്ടികളുടെ നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സിൽ പെൺകുട്ടികളുടെ മനസ്സിൽ വിങ്ങി നിൽക്കുന്ന കണ്ണീരിൻ്റെ കണം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീയ പണ്ഡിതന്മാർ. ഇത്തരം പണ്ഡിതന്മാരാണ്, അവർക്ക് മാത്രമാണ് ഭൂമിയിൽ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ നോവറിയുന്ന മനുഷ്യർക്ക് മാത്രമാണ് ദൈവം ചില നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അവരെ കണ്ടെത്താനൊരു പക്ഷേ അവർക്ക് അംഗീകാരം കിട്ടാൻ അവരെ തിരിച്ചറിയാനൊക്കെ കുറച്ച് വൈകിയെന്ന് വരും. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. നന്ദി, നമസ്കാരം.